അനീഷ് ഒരു രക്ഷയില്ല കേട്ടോ. അക്ബർ അനുമോളെ ചൊറിയുന്നത് പോലെ അനീഷിൻ്റെ അടുത്തേക്ക് ചെന്ന് ചൊറിയാൻ പോയതാണ്. അനീഷിൻ്റെ ഒരു ഡയലോഗ് കേൾക്കണം. നീ എൻ്റെ മേത്തുനിന്ന് എങ്ങാനും തൊട്ട് എൻ്റെ മേത്തുനിന്ന് എങ്ങാനും ഒരു ചോര പൊടിഞ്ഞ നിൻ്റെ കാലും കൈയും ഇവിടെ കിടന്ന് ഉരുളും. നിൻ്റെ കാലും കൈയും ഉണ്ടല്ലോ ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുളും. നീ ചങ്കൂറ്റമുള്ളവരെ കണ്ടിട്ടില്ല, നീ ചങ്കുറപ്പുള്ളവരെ നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അക്ബറിനെ ഭീഷണിപ്പെടുത്തുകയാണ് അനീഷ്. അത് നിൻ്റെ തോന്നലാടാ, നിന്നെ അടിച്ച് ഞാൻ ഭിത്തി കയറ്റുമെന്ന് അക്ബറും പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് നീയല്ല, നിൻ്റെ വേറെ ആര് വന്നാലും നിൻ്റെ കാലും കൈയും ഇവിടെ നിലത്ത് കിടന്ന് ഉരുളുമെന്ന് അനീഷ് വീണ്ടും പറയുന്നുണ്ട്. നീ ചങ്കുറപ്പുള്ളവരെ കണ്ടിട്ടില്ല, ചങ്കൂറ്റമുള്ളവരെ കണ്ടിട്ടില്ല എന്നൊക്കെ അനീഷ് അക്ബറിൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്. അല്പസമയം മുൻപായിരുന്നു അക്ബർ അനുമോളെ തള്ളിയതും അനുമോളെ ആ ഒരു കൺവെയർ ബെൽറ്റിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോകുന്നതും അക്ബർ കാരണമാണ്. അക്ബറിൻ്റെ ആ ഒരു ബോഡി വെയിറ്റ് അനുവിൻ്റെ മേളിൽ വന്നതുകൊണ്ടാണ് അനുവിന് ആ ഒരു ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റാതെ അവിടെ അങ്ങ് ഞെറങ്ങിപ്പോയത്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പർ സൈഡിലേക്ക് മാറിയാണ് അക്ബർ നിൽക്കുന്നത്. അപ്പോൾ അക്ബർ ആക്രമിക്കും എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് അനീഷ് ഇങ്ങനെ പറയുന്നത്, എൻ്റെ മേത്തുനിന്നെങ്ങാനും ഒരു പിടി ചോര വീണ് കഴിഞ്ഞാൽ അക്ബറിൻ്റെ കാലും കൈയും ഇവിടെ കിടന്ന് ഉരുളുമെന്ന് അനീഷ് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് അക്ബറിൻ്റെ മുഖത്ത് നോക്കി. ശരിക്കുള്ള ആളുകൾ നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് 1 മാസമായിരുന്നു അനീഷ് അവിടെ കിടന്ന്. എന്തായാലും ലൈവിൽ ഇപ്പോൾ ടാസ്കിൻ്റെ 2ാം റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.